എല്ലാവർക്കും കർമാത്മ കോസ്മിക് ലോസ്. എന്താണ് കർമാത്മ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ പ്രപഞ്ചത്തെ നമ്മൾ മൊത്തം എടുക്കുകയാണെങ്കിലും ഈ പ്രകൃതിക്ക് ചില നിയമങ്ങളുണ്ട് പ്രപഞ്ചത്തിന്. അതേപോലെ നമ്മുടെ ജീവിതത്തിന് ചില നിയമങ്ങളുണ്ട്. മനുഷ്യരുടെ ജീവിതത്തിൽ ചില നിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള നമ്മുടെ ആത്മാവിന് ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം അത് എവിടെയെങ്കിലും അത് ക്ലേശ് ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ സമൂഹത്തിന് ചില സാമൂഹ്യ നിയമങ്ങളുണ്ട്, പ്രകൃതിക്ക് ചില നിയമങ്ങളുണ്ട്, അതേപോലെ നമ്മുടെ സോളിന്, നമ്മുടെ ഏറ്റവും ആന്തരികമായിട്ടുള്ള സോളിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ എങ്ങനെ നമുക്ക് സമതുലിതപ്പെടുത്താം, അതിന് നമ്മൾ നേടുന്ന അറിവ്, അതാണ് കർമാത്മ എന്ന് പറഞ്ഞാൽ. അപ്പൊ കർമ്മ എന്ന് പറഞ്ഞാൽ ആക്ഷൻ എന്നാണ് അർത്ഥം. അപ്പം കർമ്മ ആത്മ അപ്പൊ ആക്ഷന്റെ മർമ്മം ആണ്. ഒരു ആക്ഷൻ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ റിസൾട്ട് വരണമെങ്കിൽ അതിന്റെ മർമ്മം, കർമ്മത്തിന്റെ മർമ്മം എന്ന് പറയും. കർമ്മത്തിന്റെ മർമ്മം ജ്ഞാനമാണ്, അതുപോലെ പരിശീലനമാണ്. കർമ്മത്തിന്റെ മർമ്മം ജ്ഞാനമാണ്, അതുപോലെ പരിശീലനമാണ്. കർമ്മത്തിന്റെ മർമ്മം എന്ന് പറയുന്ന ജ്ഞാനം, അത് ഏത് ജ്ഞാനം നേടിയാലാണ് നമ്മൾ കർമ്മത്തിന്റെ മർമ്മത്തിലേക്ക് എത്തുക, അതിന്റെ ക്രക്സിലേക്ക് എത്തുക. ആ ഒരു കാര്യമാണ് നമ്മൾ കർമാത്മ എന്ന് പറയുന്ന ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. വിസ്ഡം ഓഫ് കർമ്മയാണ്. എന്താണ് വിസ്ഡം എന്ന് പറഞ്ഞാൽ? അതിനൊരു കൺസ്ട്രക്റ്റീവ് ആയിരിക്കാനാണ്. കൺസ്ട്രക്റ്റീവായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അറിവിനെയാണ് നമ്മൾ വിസ്ഡം എന്ന് പറയുന്നത്. വെറുതെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത അറിവുകളെ നമ്മൾ വിസ്ഡം എന്ന് പറയുന്നത്. വിസ്ഡം ഒരു കൺസ്ട്രക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അറിവിനെയാണ് നമ്മൾ വിസ്ഡം എന്ന് പറയുന്നത്. അപ്പം കർമ്മയുടെ വിസ്ഡം, ആക്ഷന്റെ വിസ്ഡം, സോളിന്റെ വിസ്ഡം, അതേപോലെ പ്രാപഞ്ചിക നിയമങ്ങളുടെ വിസ്ഡം. എന്ത് അറിഞ്ഞാലാണോ നമ്മുടെ ജീവിതം നമുക്ക് കൺസ്ട്രക്റ്റീവ് ആക്കാൻ പറ്റും. കൺസ്ട്രക്റ്റീവ് മീൻസ് ക്രിയാത്മകമാക്കാൻ പറ്റുക. നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ദുരിതം മാറിയിട്ട് ആനന്ദത്തിലേക്ക് കൊണ്ടുപോവുക. എങ്ങനെ നമുക്ക് ദുരിതങ്ങളെ മാറ്റി നമ്മുടെ ജീവിതം കൂടുതൽ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകുക, അതിന് എന്ത് അറിവാണ് നമ്മൾ നേടേണ്ടത്? ആ അറിവിന്റെ സമാഹാരമാണ് കർമാത്മ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കർമാത്മ ജേണി ടു ദ സോൾ ഓഫ് കർമ്മ. നേരത്തെ പറഞ്ഞു സോൾ ഓഫ് കർമ്മ. സോൾ ഓഫ് കർമ്മ വെച്ചാൽ എന്താ? കർമ്മത്തിന്റെ ആക്ഷൻ. ഇപ്പൊ ആക്ഷൻ, ഐസക് ന്യൂട്ടനൊക്കെ ആക്ഷൻ കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം. ആ ചലന നിയമങ്ങൾക്കനുസരിച്ചാണ് പല ഭൗതികമായുള്ള പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ളത്. അതേപോലെ ആത്മീയമായിട്ടുള്ള ആക്ഷനും ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ പറ്റിയാണ് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അതേപോലെ നമ്മുടെ സോളിന്റെ റിയൽ പർപ്പസ് എന്താണ്? ഈ രണ്ട് കാര്യങ്ങളാണ് കാര്യമായിട്ട് നമ്മൾ കർമാത്മയിൽ നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, നമ്മുടെ ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ മർമ്മം എന്താണ്, അതിലേക്കൊരു യാത്ര. അതേപോലെ തന്നെ നമ്മുടെ സോളിന്റെ റിയൽ പർപ്പസ് എന്താണ്, നമ്മുടെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, എന്താണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വൺ ഹാസ് ടു ലേൺ എ ഗ്രേറ്റ്
greatest lesson. There are things beyond us which we can't force directly. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്കറിയാം ഈ പ്രകൃതി ഇന്നത്തെ രൂപത്തിലേക്ക് മാറാൻ കാരണം മനുഷ്യനാണ്. വെറും മണ്ണും വൃക്ഷങ്ങളും കുറച്ച് ജീവികളും മാത്രം ഉണ്ടായിരുന്ന ലോകം ഇന്നത്തെ രീതിയിലേക്ക് മാറി ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം മനുഷ്യനാണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ നടത്തിയിട്ടുണ്ട്. അത് മനുഷ്യന് ഡയറക്റ്റ്ലി ഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഈ പ്രപഞ്ചത്തിലുണ്ട്, ഒരു തലമുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് മനുഷ്യന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ചില നിയമങ്ങൾ ഇവിടെയുണ്ട്. ഇത് രണ്ടും തമ്മിൽ ബാലൻസ് ആവുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് സമതുലിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പലപ്പോഴും നമുക്കപ്പുറമുള്ള ചില നിയമങ്ങൾ, ഇപ്പോ ഞാൻ നേരത്തെ പറയണ്ടേ, നമ്മൾ മറ്റേതെങ്കിലും രാജ്യത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ആ ഒരു രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിച്ചില്ല, നമ്മൾ കുഴപ്പത്തിൽപ്പെടും. ഇപ്പൊ വിദേശത്ത് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെയുള്ള ട്രാഫിക് നിയമം നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ കുഴപ്പത്തിൽപ്പെടും. അവിടെ മിസറീസ് വരും, ദുരിതം വരും. അതേപോലെ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ദുരിതങ്ങൾ വരുന്നു, വിധി എന്നെ വേട്ടയാടുന്നു എന്നെല്ലാം പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കപ്പുറമുള്ള ചില നിയമങ്ങളെ, നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില നിയമങ്ങളെ, അതിനെയാണ് പ്രാപഞ്ചിക നിയമങ്ങൾ എന്ന് പറയുന്നത്. അതും നമ്മുടെ സോളിന്റെ നിയമങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ആ പ്രാപഞ്ചിക നിയമങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു രാഷ്ട്രത്തിലെ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു രാജ്യത്തെ ട്രാഫിക് നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു ജനവിഭാഗത്തിന്റെ നിയമം നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ അവിടെ പോയി ജീവിക്കാൻ നമുക്ക് കൂടുതൽ സുഖകരമായിരിക്കും. അതേപോലെ ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മ നിയമങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അതാണ് നമ്മൾ കർമാത്മ എന്ന് പറയുന്ന ക്ലാസ്സിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എന്ത് പ്രവൃത്തി വേണമെങ്കിലും നമുക്ക് ചെയ്യാം, എന്ത് പ്രവൃത്തി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ ആ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുന്ന കോൺസിക്വൻസ്, അതിന്റെ പ്രത്യാഘാതം, അതിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത് അത് പ്രാപഞ്ചിക നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും. ആ കോൺസിക്വൻസിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല, അത് പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ചാണ്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ഒരു 14 നിലേന്റെ മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും താഴത്ത് വീഴും. നമ്മുടെ ഭാരത്തിനനുസരിച്ച് അത് ഭൂമിയിൽ തട്ടി നമ്മുടെ ശരീരത്തിൽ അതിന് ആഘാതങ്ങൾ ഉണ്ടാവും. അത് ഞാൻ ചാടിയാലും നിങ്ങൾ ചാടിയാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചാടിയാലും ആര് ചാടിയാലും ആ നിയമത്തിന്റെ മുകളിൽ നമുക്ക് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. ഭൂഗുരുത്വ ബലം എന്ന് പറയുന്ന നമ്മുടെ ഭാരം എന്ന നിയമങ്ങൾക്കനുസരിച്ച് അത് പ്രവർത്തിക്കും. അതിന് ഉയരം കൂടുന്തോറും നമുക്ക് ഉണ്ടാകുന്ന ആഘാതവും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്തരം ചാട്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ അതുകൊണ്ടാണ് ഗീതയിലൊക്കെ കർമ്മണ്യേവ അധികാരസ്യേ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞത്. അപ്പൊ അതിനെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചത്. നമുക്ക് പ്രവൃത്തി എടുക്കാം, അതിന്റെ ഫലം നിങ്ങൾ ഇച്ഛിക്കാൻ പാടില്ല എന്നെല്ലാമാണ് അതിന്റെ അർത്ഥം. അങ്ങനെയല്ല അത്. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഇന്ന രീതിയിൽ കൃത്യമായ ഫലം ഇന്നതായിരിക്കണം എന്ന് കരുതി ടാർഗറ്റ് വെച്ച് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അവിടെ കർമ്മത്തിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലല്ലെങ്കിൽ നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യാതെ നമ്മൾ എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് ഫീഡ്ബാക്ക് നടത്തുക, ലേണിംഗ് നടത്തുക. അപ്പൊ നമുക്ക് പ്രാപഞ്ചിക നിയമങ്ങളെ പറ്റിയിട്ട് കുറച്ചുകൂടി മനസ്സിലാവും. അത് നമ്മൾ കർമ്മയോഗത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ വിശദമായിട്ട് പറയും. ഇത് ആമുഖം എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. നമ്മൾ പ്രപഞ്ചത്തിൽ ഏതൊരു ആക്ഷൻ എടുക്കുമ്പോഴും ആ ആക്ഷന് നമുക്ക് അവകാശമുണ്ട്. പക്ഷെ അതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ചാണ്. അങ്ങനെ ആ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പഠിക്കുമ്പോഴാണ് പ്രാപഞ്ചിക നിയമങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് മുമ്പേ പോയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രാപഞ്ചിക നിയമങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നത്.
അപ്പോൾ എന്താണ് പ്രപഞ്ചത്തിന്റെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത നിയമങ്ങൾ? ആ നിയമങ്ങളെ പറ്റിയാണ്